നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാലാകാലങ്ങളായി സൗദിയിൽ ഹൂതി വിമതർ നടത്തിവരുന്ന ആക്രമണം ലോകരാഷ്ട്രങ്ങൾ പോലും രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതി വിമതരെ തുരത്തിയോടിക്കാൻ തിരിച്ചും ആക്രമണം നടത്തുകയായിരുന്നു സൗദി അറേബ്യ. സൗദിയിലെ വിമാനത്താവളം, അരാംകോ എണ്ണ സംഭരണശാല എന്നിവയൊക്കെ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ഹൂതി വിമതരുടെ പരിപാടി. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ് സൗദി അറേബ്യ പുറത്തുവിട്ടത്. സൗദിയെ നിരന്തരം ആക്രമിക്കുന്ന ഹൂതി വിമതരെ സഹായിച്ചിരുന്നതിൽ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. അവർക്കെതിരെ നിർണായക നീക്കമാണ് സൗദി നടത്തിയത് പോലും. പ്രത്യേകിച്ച് ബിൻ സൽമാന്റെ പ്രഖ്യാപനം ഇത് നിർണായകമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ യമനിലെ സൗദി അറേബ്യയുടെ നിർണായക ഇടപെടലാണ് ഗൾഫിൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ പോലും ഇത് ഉറ്റുനോക്കുകയാണ്. യമൻ പ്രസിഡന്റ് അധികാരങ്ങൾ ഒഴിഞ്ഞതിന് പിന്നാലെ ഏറെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരികയുണ്ടായി. വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുകയും ചെയ്തു. ഇനി പ്രസിഡൻഷ്യൽ കൗൺസിലായിരിക്കും രാജ്യത്ത് ഭരണം നടത്തുക. സൗദി അറേബ്യ കോടികൾ സഹായധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് യമനിലെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പുറത്തുവന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഹൂതി വിമതരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നാണ് സൗദി യമൻ പ്രസിഡന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് യമനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദിയും UAEയും ഏറെക്കാലമായി സൈനികമായി ഇടപെടുന്ന രാജ്യമാണ് യമൻ. ഹൂതികൾക്ക് മുമ്പിൽ സൗദിയുടെ കീഴടങ്ങലാണോ ഇത് എന്ന ചർച്ചയും ഇതിനോടകം തന്നെ ഏറെ വൈറലായി മാറിക്കഴിഞ്ഞു. 10 വർഷത്തോളമായി തുടരുകയാണ് ഈ ആഭ്യന്തര യുദ്ധം. രാജ്യത്തെ സാഹചര്യം മോശമാകുന്ന വേളയിൽ പോലും അലി അബ്ദുള്ള സ്വാലിഹായിരുന്നു പ്രസിഡന്റായിരുന്നത്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായതോടെയാണ് അദ്ദേഹം സൗദിയിലേക്ക് പലായനം ചെയ്തത്. വൈസ് പ്രസിഡന്റ് അബ്ദുറബ് മൻസൂർ ഹാദിയെ അധികാരം ഏൽപ്പിച്ചായിരുന്നു പലായനം. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. അതായത് സൗദി അറേബ്യ എക്കാലത്തും യമനിലെ ഔദ്യോഗിക ഭരണകൂടത്തിന് പിന്തുണ നൽകിയിരുന്നു. സ്വാലിഹ് ഭരിച്ചപ്പോൾ നൽകിയ പിന്തുണ ഹാദി ഭരണകൂടത്തിനും നൽകിയിട്ടുണ്ടായിരുന്നു. സൗദിയിൽ നിന്ന് തിരിച്ചെത്തിയ സ്വാലിഹ് പിന്നീട് ആയുധമെടുത്തു. തന്നെ പിന്തുണയ്ക്കുന്ന ഗോത്ര വിഭാഗങ്ങളെയും ഒപ്പം ചേർക്കുകയായിരുന്നു. ശക്തമായ പോരാട്ടമായിരുന്നു പിന്നീട്. ഹൂതി വിമതരുടെ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ഹൂതി തലസ്ഥാനമായ സന ലക്ഷ്യമിട്ട് പടയോട്ടം ശക്തമാക്കിയത് 2014 സന വിമതർ പിടിച്ചതോടെ ഹാദി ഭരണകൂടം പിന്മാറുകയും ചെയ്തു. അവർ ഏദൻ നഗരം കേന്ദ്രമായിട്ടാണ് പിന്നീട് ഭരണം നടത്തി വന്നിരുന്നത്. ഹാദി ഭരണകൂടത്തിന് സൗദി അറേബ്യ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും സൈനിക സഹായം അനുവദിക്കുകയും ചെയ്യുകയായിരുന്നു. സൗദിക്കൊപ്പം UAEയും കൂടെ ഉണ്ടായിരുന്നു. 8 വർഷത്തോളമായിട്ടും ഹൂതി വിമതരെ പരാജയപ്പെടുത്താൻ സൗദി സഖ്യസേനയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ആക്രമണങ്ങൾ തുടരാൻ കാരണമായി പറയുന്നത്. ഇറാന്റെ പിന്തുണയോടെയാണ് ഹൂതികളുടെ പ്രവർത്തനമെന്ന് സൗദി ആരോപണം ഉന്നയിച്ചു. ദീർഘദൂര മിസൈലുകൾ വരെ തൊടുത്തുവിടുന്നുണ്ട്. വലിയ ശക്തിയുടെ പിന്തുണയില്ലെങ്കിൽ ഇത് സാധ്യമാകില്ലെന്ന് സൗദി ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടും ആരും ഒന്നും മിണ്ടിയില്ല. ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് യമനെ കരുതപ്പെടുന്നത്. ഇവിടെ കാലാകാലങ്ങളായി യുദ്ധം തുടരുന്നത് ആ രാജ്യത്തെ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടുമെന്ന് UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി മാറി. ഇതോടെയാണ് ചർച്ചയ്ക്ക് കളമൊരുക്കാൻ സൗദി തീരുമാനിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പക്ഷേ ഹൂതികൾ മുഖം തിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇപ്പോൾ യമനിൽ വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രസിഡന്റ് അബ്ദുറബ് മൻസൂർ ഹാദി എല്ലാ അധികാരങ്ങളും പ്രസിഡൻഷ്യൽ കൗൺസിലിന് കൈമാറിക്കൊണ്ട് ഒഴിഞ്ഞിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റിനെ അദ്ദേഹം പുറത്താക്കുകയും ചെയ്തു. ഇനി രാജ്യത്തെ എല്ലാ കാര്യങ്ങളും പ്രസിഡൻഷ്യൽ സമിതിയാണ് നോക്കുക. റിയാദിൽ യമൻ വിഷയത്തിൽ ചർച്ചകൾ നടന്നു വരികയാണ്. ചർച്ചയുടെ അവസാന ദിനമായി ഇന്നാണ് യമൻ പ്രസിഡന്റിന്റെ പുതിയ പ്രഖ്യാപനം പുറത്തു വന്നത്. യമന്റെ വീണ്ടെടുപ്പിനായി $300 കോടി സഹായം സൗദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 200 കോടി സൗദിയും 100 കോടി UAEയുമാണ് നൽകുക. യമൻ വിഷയത്തിൽ അന്താരാഷ്ട്ര സമ്മേളനം നടത്താനും സൗദി തീരുമാനിച്ചു കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ടതാണ്. നിക്ഷേപം ആകർഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ സൗദിയിൽ നടക്കുന്ന യമൻ സമാധാന ചർച്ചയിൽ ഹൂതികൾ പങ്കെടുത്തിട്ടില്ല. സൗദി നേതൃത്വം നൽകുന്ന ചർച്ചയിൽ താല്പര്യമില്ലെന്നാണ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഹൂതികളെ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദിയുടെ പുതിയ തീരുമാനങ്ങളെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഏറെ ആകാംക്ഷയോടും അമ്പരപ്പോടുമാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. ഇനി വരുന്നത് കാത്തിരുന്ന് തന്നെ കാണണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.